ഇനി ഈ വീഡിയോയിൽ നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സിനെ നമ്മളുടെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഇപ്പം നമ്മൾ ഓൾറെഡി എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പാരന്തസിസ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും നടക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഓപ്പറേറ്റേഴ്സ് പുഷ് ചെയ്യണ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ചെയ്യാം. പക്ഷെ അത് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു ഫങ്ഷൻ എഴുതാനുണ്ട്. ഈ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ പ്രിസിഡൻസ് അത് എത്രയാണെന്നുള്ളത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷനാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് എഴുതാം. എന്നിട്ട് ഇതിൻ്റെ എൽസ് പാർട്ടിലേക്ക് വരാം. അപ്പോൾ അതിനായിട്ട് വേറൊരു ഫങ്ഷൻ എഴുതണം. ഫങ്ഷൻ ഒരു ഇൻറ്റീജർ ഫങ്ഷനാണ്, ഇൻറ്റീജർ റിട്ടേൺ ചെയ്യുന്ന ഫങ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ ഇൻറ്റ് പ്രിഫ് എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ പേര് ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ പാരാമീറ്റർ ക്യാർ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഒരു ഫങ്ഷനിലേക്ക് നമ്മുടെ ഓപ്പറേറ്റർ എന്താണോ അതിനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം. ഇതിൻ്റെ അകത്ത് പ്രിഫറൻസ് വരുന്ന ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് നമ്മുടെ ഒ പി ആർ പ്ലസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒ പി ആർ മൈനസ് ആണെങ്കിൽ, നമ്മുടെ ഓപ്പറേറ്റർ മൈനസ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക റിട്ടേൺ ചെയ്യേണ്ടത് 1 എന്നും പറഞ്ഞിട്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ സെയിം ഫങ്ഷൻ നമ്മൾ എന്താ പറയുക മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഇനി ഇതിലൊന്നിലും പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചുമ്മാ റിട്ടേൺ ചെയ്യേണ്ടത് 0 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു പ്രിസിഡൻസ് സെറ്റ് ചെയ്യേണ്ടത്. പ്ലസും മൈനസ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ 2 റിട്ടേൺ ചെയ്യും. ഇനിയിപ്പോൾ ഇതിലൊന്നിലും പെടാത്ത എന്തെങ്കിലും ആണെങ്കിൽ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എഴുതിയ പ്രോഗ്രാമിൻ്റെ എൽസ് പാർട്ട് എഴുതാം. അതായത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എഴുതി നിർത്തിയത് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് പാരന്തസിസിൻ്റെ ക്ലോസിങ് വരുമ്പോൾ ഉള്ള എൽസ് പാർട്ടാണ് നമ്മൾ എഴുതിയത്. ഇനി അതല്ലാത്ത എൽസ് പാർട്ട് സാധാ ഓപ്പറേറ്ററൊക്കെയാണ് വന്നെങ്കിൽ ആ എൽസ് പാർട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി എഴുതേണ്ടത്. ഇതോടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെക്കിങ് നടത്തണം. വൈൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വൈലിൻ്റെ അകത്തൊരു കണ്ടീഷൻ പറയണം. സ്റ്റാക്കിൻ്റെ അകത്തുള്ള ടോപ്പ് വാല്യൂ, സ്റ്റാക്കിൽ ഗെറ്റ് ടോപ്പിൻ്റെ പ്രിഫ് അതെത്ര ഉണ്ടെന്നുള്ളത് നോക്കണം. അപ്പോൾ ഒരു മിനിറ്റ്, നമുക്ക് ആ ഫംഗ്ഷനിലേക്കാണ് ഇത് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രിഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഈ ഒരു സ്റ്റാക്ക് ഡോട്ട് ഗെറ്റ് ടോപ്പിൻ്റെ അകത്തുള്ള ഓപ്പറേറ്റർ എന്താണോ അത് നമ്മളുടെ ഇപ്പോൾ വന്നിട്ടുള്ള എക്സ്പ്രഷൻ്റെ അകത്ത് വന്നിട്ടുള്ള ഓപ്പറേറ്ററിനേലും പ്രിഫറൻസ് കൂടിയതാണോ കുറവാണോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ XPR ഓഫ് I എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആണെങ്കിൽ എന്ത് വേണം, ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്ത് ആഡ് ചെയ്യണം. അതായത് ഗെറ്റ് ടോപ്പ് എന്ന് പറയണതിൻ്റെ അകത്ത് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ്. ഈ XPR ഓഫ് Iയുടെ അകത്ത് പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ആ മൾട്ടിപ്ലിക്കേഷന് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അപ്പൻഡ് ചെയ്യണം. അതാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റിസൾട്ട് പ്ലസ് ഓർ ഈക്വൽ ടു സ്റ്റാക്ക് ഡോട്ട് പോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ പോപ്പാവും. അപ്പോൾ അത് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ്, അതായത് നമ്മളിപ്പോൾ നേരത്തെ ഇവിടുത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ മൾട്ടിപ്ലിക്കേഷൻ പോപ്പ് ചെയ്തതിന് ശേഷം ആണ് നമ്മളുടെ ഈ പറഞ്ഞ പ്ലസ് തിരിച്ച് കയറ്റിയത്. അപ്പോൾ ആ ഒരു സെയിം പരിപാടി തന്നെ ഇവിടെയും ചെയ്യണം. ഇപ്പം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി പുതിയ ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യണം. അതിന് സ്റ്റാക്ക് ഡോട്ട് പുഷ് EXPR ഓഫ് I എന്നും പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അതോടെ അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതോടെ ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു 6th സ്റ്റെപ്പിൽ വെച്ചിട്ട് നമ്മൾ പറയേണ്ടായിരുന്നു
സ്റ്റാക്ക് എം ടി ആവണ വരയ്ക്കും പോപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ലൂപ്പാണ് എഴുതേണ്ടത്. ഈ ലൂപ്പ് എഴുതേണ്ടത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ എക്സ്പിആർ ട്രാവേഴ്സ് ചെയ്യണ വൈൽ ലൂപ്പില്ലേ, അതിൻ്റെ പുറത്ത് വന്നിട്ട് വേണം ഈ വൈൽ ലൂപ്പ് എഴുതാൻ. അപ്പോൾ അതിന് ഞാൻ വൈൽ സ്റ്റാക്ക് ഡോട്ട് ഗെറ്റ് ടോപ്പ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0, കാരണം നമ്മൾ 0 ആണ് അവിടെ കൊടുത്താണ് എം ടി ആണെങ്കിൽ വരാൻ വേണ്ടിയിട്ട്. 0 ആവണ വരയ്ക്കും ഈ വൈൽ ലൂപ്പ് റൺ ആയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് 0 അല്ലാതെ എന്ത് ഓപ്പറേറ്റർ വന്നാലും അത് നമ്മളുടെ ആ ഒരു എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിസൾട്ട് പ്ലസ് ഓർ ഈക്വൽ ടു സ്റ്റാക്ക് ഡോട്ട് പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പോൾ ഇതോടുകൂടെ നമ്മളുടെ ആ ഒരു ബാക്കി സ്റ്റാക്കിൻ്റെ അകത്തുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സും ഈ റിസൾട്ട് എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ്റെ അകത്തേക്ക് ആഡ് ആയിക്കോളും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തപ്പോൾ എന്തോ ഭയങ്കര പ്രശ്നം പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ റിസൾട്ട് ഏറെക്കുറെ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്ത് പറ്റി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സംഭവം കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് സ്റ്റാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈസെംറ്റി യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഈസെംറ്റി യൂസ് ചെയ്യാത്തതിന് കിട്ടിയ കർമ്മഫലമാണ് ഈ എറർ. അപ്പോൾ നമുക്കിപ്പോൾ പോപ്പിൻ്റെ അകത്തും ഗെറ്റ് ടോപ്പിൻ്റെ അകത്തും ഈ ഒരു സംഭവം ശരിയാക്കേണ്ടി വരും. അതിനപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ടോപ്പ് നോട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ ആ ഒരു കണ്ടീഷൻ ആക്കിയാൽ മതി. അതായത് ഇപ്പം നേരത്തെ നമ്മൾ ഈസ് ഫുള്ളിൻ്റെ നെഗേഷനാണല്ലോ കൊടുത്തത് ഈ പോപ്പിനും ഗെറ്റ് ടോപ്പിനും. അത് മാറ്റിയിട്ട് ടോപ്പ് നോട്ട് ഈക്വൽ ടു -1 എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ റൺ ചെയ്ത് നോക്കി, പക്ഷെ നമ്മളുടെ ഔട്ട്പുട്ട് ഇപ്പോഴും കറക്റ്റായിട്ടില്ല. ഇവിടെ വെച്ചിട്ട് നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് പറ്റി എന്നുള്ളത് നോക്കാം. ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ. സോ ഇവിടെ നമ്മൾ പ്രിഫറൻസ് ചെക്ക് ചെയ്യണോടത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ, പ്രിഫറൻസിൽ നമ്മൾ സ്റ്റാക്കിലുള്ള ഏറ്റവും ടോപ്പിലുള്ള വാല്യൂയുടെ പ്രിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ റിട്രീവ് ചെയ്തെടുത്ത് ഈ പ്രിഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു. പക്ഷെ നമ്മൾ ഈ EXPRFIയുടെ പ്രിഫറൻസ് വാല്യൂ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തില്ല. അതുകൊണ്ട് പറ്റിയ എററാണ്. അപ്പം അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഞാനിവിടെ ആ ഒരു EXPRFI എന്ന് പറയുന്ന അത് കളഞ്ഞിട്ട് അവിടെ പ്രിഫ് ഓഫ് EXPRFI എന്നും പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതോടെ ഈ പ്രോഗ്രാം ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഭയങ്കര എറർ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ 2ഉം 3ഉം പ്രാവശ്യം നമ്മളിത് ചെയ്ത് കറക്റ്റാക്കി പഠിച്ച് വെക്കുക. കാരണം ഇപ്പം തന്നെ ഈ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവും, എനിക്ക് തന്നെ ഇഷ്ടംപോലെ പ്രാവശ്യം തെറ്റ് പറ്റിയിട്ടുണ്ട്. സോ ഇത് അത്രയും കെയർഫുള്ളായിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്.